ഹായ് കൂട്ടുകാരെ, ഇന്ന് നല്ല എരിവുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ യാതൊരു പരിചരണവും കൊടുക്കാതെ വളരുന്ന ഒന്നാണ് കാന്താരി. ഈ കാന്താരി എല്ലാം നമുക്ക് പറിച്ചിട്ട് അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉപ്പിലിട്ട് വയ്ക്കാം. കാന്താരി എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കാന്താരി അച്ചാർ, കാന്താരി ഉപ്പിലിട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് കാന്താരി അച്ചാറൊക്കെ എല്ലാവരും ഇട്ട് കഴിക്കുന്ന ഒന്നാണല്ലേ. അപ്പോൾ കൊളസ്ട്രോൾ കുറയാനും പ്രമേഹത്തിനും ഒക്കെ നല്ലൊരു മരുന്നാണ് കാന്താരി. സാധാരണ നമ്മൾ കാന്താരി അച്ചാറിടുന്നതും കാന്താരി ഉപ്പിലിട്ട് വയ്ക്കുന്നതും ഒക്കെ വെളുത്തുള്ളിയും കാന്താരിയും ചേർത്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കുഞ്ഞുള്ളിയല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുള്ളി, ചുവന്നുള്ളി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടിയത് ഒരു ഗ്ലാസ് ബോട്ടിലാണ്, അല്ലെങ്കിൽ ഭരണിയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഇട്ട് വയ്ക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഗ്ലാസ് ബോട്ടിലില്ല, അതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഈ ഉള്ളിയും കാന്താരിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കല്ലുപ്പ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഓരോ ലെയറായിട്ട് കുറച്ച് കാന്താരി, ഉള്ളി, അത് കഴിഞ്ഞിട്ട് കുറച്ച് കല്ലുപ്പ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് കാന്താരി, അങ്ങനെ ഇട്ട് ലെയറായിട്ടിട്ടിട്ട് നമുക്ക് വേണ്ടത് വിനാഗിരി വേണം. കുറച്ച് വിനാഗിരിയും ഒഴിച്ച് തിളപ്പിച്ച ആറിച്ച വെള്ളം, ചൂടുവെള്ളം അല്ല, ചൂടാക്കിയ വെള്ളം നന്നായിട്ട് ആറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് മീതെ വേണമെങ്കിൽ നമുക്ക് 2 തണ്ട് കരിയാപ്പില കൂടി ഇടാം. ഇത് ഒരു ദിവസത്തിന് ശേഷം ഞാൻ എടുത്തതാണ്. അപ്പം അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കാന്താരി ഉപ്പിലിട്ടത് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ചുവന്നുള്ളി ചേർത്തതിന് കാരണം കാന്താരി എനിക്ക് എരിയോട് അത്ര താല്പര്യമില്ല. അപ്പോൾ എനിക്ക് എരി വേണ്ട, എനിക്ക് ആ ഉള്ളി പറക്കി തിന്നാനുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, എന്നിട്ട് അതിൽ നിന്ന് ആ ചുവന്നുള്ളി ഒന്ന് പറക്കി കഴിച്ച് നോക്കണം. ഒരു തവണ കഴിച്ചിട്ടുള്ളവർക്കറിയാം ആ ഉള്ളിയുടെ ടേസ്റ്റ് മാത്രമല്ല, ഇതിന് ഒരുപാട് ഗുണങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമുക്കൊന്ന് അറിയാം. കൊച്ചുള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലുകൾ ബലപ്പെടാനൊക്കെ ഒരുപാട് നല്ലതാണ്. അയണും പൊട്ടാസ്യവും വൈറ്റമിൻ സിയും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണിത്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം കാണുന്ന ഒന്നാണ് ചുവന്നുള്ളി. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും മുടിയൊക്കെ നന്നായിട്ട് വളരാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഉള്ളി. അപ്പോൾ നമുക്ക് താരനൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിനീര് തലയിൽ തേച്ചാൽ താരനൊക്കെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഉള്ളിനീര് തലയിൽ തേച്ചാൽ മുടി വളരാനും നല്ലതാണ്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഉള്ളി ഇങ്ങനെ പച്ചയ്ക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ കഴിക്കുക, അല്ലാത്തവർ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഉള്ളി ധാരാളം കഴിക്കണം. ഉള്ളിയിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ നീരൊക്കെ തലയിൽ തേക്കുമ്പോഴൊക്കെ മുടി കൊഴിച്ചിൽ കുറയാനും അതുപോലെ തന്നെ ഇത് തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിൽ പോലും, അതായത് കേശ സംരക്ഷണത്തിൽ പോലും ഉള്ളി ഉപയോഗിക്കാറുണ്ട്. കാന്താരി കൊളസ്ട്രോളിനും പ്രമേഹത്തിനും ഒക്കെ നല്ലൊരു മരുന്നാണ്. അതുപോലെ തന്നെ ഇൻസുലിൻ ഉൽപ്പാദനത്തിനൊക്കെ കാന്താരി സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.